ഹലോ, വെൽക്കം ടു ടൈനി ടെയിൽസ് ബൈ ഫാമ മോം. ഞാനിവിടെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ 5 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, ഫീഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് 3 മന്ത് മസ്റ്റായിട്ട് ബേബിക്ക് വേണ്ട 2 കാര്യങ്ങൾ ഫീഡിങ്ങും സ്ലീപ്പിങ്ങും ആണ്. അത് പ്രോപ്പറായി തന്നെ ബേബി ഹെൽത്തി ആയിരിക്കും. ബ്രസ്റ്റ് മിൽക്ക് ബേബിക്ക് കൊടുത്താൽ തന്നെ ബേബിയുടെ ഇമ്മ്യൂണിറ്റി, ബ്രെയിൻ ഗ്രോത്തും ഡൈജഷനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ലാച്ചിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ മിൽക്ക് കുറവായിരിക്കും. പിന്നീട് മദറിൻ്റെയും ബേബിയുടെ തമ്മിൽ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ലാച്ചിങ് പ്രോപ്പർ ആവുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് ഫ്യൂ വീക്സ് എവറി 2 to 3 hour കൂടുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടതാണ്. ഇനി ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള പാരൻ്റ് ആണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് ഫോർമുല മിൽക്ക് കൊടുക്കാവുന്നതാണ്. അതും എവറി 2 to 3 hour കൂടുമ്പോൾ കൊടുക്കേണ്ടതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓവർ ഡയല്യൂട്ട് ആവാനും പാടില്ല, അതേപോലെ ഓവർ തിക്ക് ആവാനും പാടില്ല. ലാച്ചിങ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ബേബി ആവശ്യത്തിനുള്ള മിൽക്ക് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ ബേബി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ഫോർമുല മിൽക്കിലാണെങ്കിലും ഫോഴ്സ് ഫീഡ് ചെയ്യരുത്. ഹെൽത്തി ആയിട്ടുള്ള ഫീഡിങ് ആണെങ്കിൽ ഹെൽത്തി ഗ്രോത്ത് ആയിരിക്കും ബേബിക്ക് ഉണ്ടാവുക. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തടി വയ്ക്കുക എന്നുള്ളതല്ല, WHO ഗൈഡ് ലൈൻ അനുസരിച്ച് ബേബിക്ക് എത്ര വെയിറ്റ് വേണം അത് പ്രോപ്പറായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നൈറ്റിലും ഇതേപോലെ 2 to 3 hour കൂടുമ്പോൾ ഫീഡ് ചെയ്യേണ്ടതാണ്. പിന്നെ എപ്പോഴും ബേബി കരയുന്നത് പാലിന് വേണ്ടി മാത്രമാണെന്നുള്ള ധാരണ തെറ്റാണ്. പല സമയത്തും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും അതുപോലെ സ്റ്റൊമക്ക് പെയിന്, അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ബേബി കരഞ്ഞെന്ന് വരാം. മെയിനായിട്ട് വിശക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ കൈ വായിലേക്ക് കൊണ്ടുപോകുക, അതുപോലെ ലിപ്സ് മൂവ് ചെയ്യുന്നത്, തലയിട്ട് തിരിക്കുന്നത്, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ലാസ്റ്റാണ് ബേബി കരയുക. പക്ഷെ കരയുന്നത് പാലിന് വേണ്ടി മാത്രമാണെന്നുള്ള ധാരണ തെറ്റാണ്. രണ്ടാമത്തേത് ബേർപ്പിംഗ് ആണ്. ഫീഡിങ് സമയത്ത് ബേബി എയർ സ്വാലോ ചെയ്യുമ്പോൾ ബേർപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്യാസും അതുപോലെ സ്റ്റൊമക്ക് പെയിന്, പിന്നെ ഇങ്ങനെ ഛർദ്ദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവറി ഫീഡ് കഴിഞ്ഞാലും ബർപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ഈവൻ നൈറ്റിൽ നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിലും ബർപ്പ് ചെയ്യാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവരുത്. ബർപ്പ് ചെയ്യാൻ കുറേ മെത്തേഡുകളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ബേബിയെ ഷോൾഡറിൽ ടമ്മി വരുന്ന രീതിയിൽ കടത്താം, എന്നിട്ട് ജെൻറ്റിലായിട്ട് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ റബ്ബ് ചെയ്യുക. ഒരു റൗണ്ട് ആകുന്ന രീതിയിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 8 എന്ന പൊസിഷനിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് വീണതായിട്ട് കാണാറുണ്ട്. ഒരു മിനിമം ഒരു 5 to 10 minutes ബേബ് ചെയ്യാം. ഇനിയിപ്പോൾ ലാച്ചിങ് പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ബേബിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല. ബർപ്പ് ചെയ്യുന്നത് ഡൈജഷന് നല്ല ഹെൽപ്പ് ചെയ്യും, അതുപോലെ ബേബി നല്ല കംഫർട്ടായിരിക്കും ഗ്യാസ് പുറത്ത് പോയാൽ. അടുത്തതായിട്ട് സ്ലീപ്പാണ്. ന്യൂ ബോണിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞത് അഡൽട്ടിനെ സംബന്ധിച്ച് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് മന്ത്സൊക്കെ ഒരു 14-17 മണിക്കൂറൊക്കെ ഉറങ്ങിയെങ്കിലും 2 to 3 hours കൂടുമ്പോൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കും. അതുപോലെ തന്നെ ഡേ നൈറ്റ് കൺഫ്യൂഷൻ ആയിരിക്കും, അത് നോർമലാണ്. സ്ലോലി സെറ്റാവും. രാത്രി ഉറക്കം കുറവും പകൽ ഉറക്കം കൂടുതലായിരിക്കും. രാത്രി ഉറക്കാൻ വേണ്ടിയിട്ട് ഡിം ലൈറ്റ് യൂസ് ചെയ്യുക, അതേപോലെ ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആക്കുക. പിന്നെ സെയിം പ്ലേസ് തന്നെ ഉറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ടീൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഉറക്കം നല്ല ഈസി ആയിരിക്കും. നെക്സ്റ്റ് വൺ ഹൈജീൻ ആണ്. ബേബിയുടെ ഹൈജീനും അതേപോലെ ബേബിയുടെ കൂടെയുള്ളവരുടെ ഹൈജീനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേബിയുടെ ഹൈജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേബീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്ത് വെരി വീക്കാണ്. അതുകൊണ്ട് സ്മോൾ ജംസ് പോലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി കുറേ വിസിറ്റേഴ്സ് ഉണ്ടാവും ഫസ്റ്റ് ഫ്യൂ വീക്സ്. എങ്കിൽ എന്നും കുളിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഫേസ്, നെക്ക്, ഹാൻഡ്, അതുപോലെ ഡയപ്പർ ഏരിയ ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. അതുപോലെ ഡയപ്പർ ഒരു 2 to 3 hours കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം. റീയൂസബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെറ്റായ ഉടനെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ പൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് ഡയപ്പറാണെങ്കിലും ഉടനെ ചേഞ്ച് ചെയ്യണം.
അതുപോലെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മുമ്പും ശേഷവും നമ്മളെ ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ പറയുകയാണെങ്കിൽ ബേബിയുടെ ക്ലോത്ത്സ് ഡെയിലി ചേഞ്ച് ചെയ്യണം. അതുപോലെ അവരുടെ ടർക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി ചേഞ്ച് ചെയ്യണം. അതും സോഫ്റ്റ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. പിന്നെ ബേബീസിൻ്റെ നെയിൽസ് വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് ഷോർട്ട് ചെയ്യണം. അത് നമ്മൾ സ്ക്രാച്ച് ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെയാണ് ബേബിയുടെ ടോയ്സ്, പാസിഫയർ, ബോട്ടിൽസൊക്കെ റെഗുലറായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയപ്പർ ഫ്രീ ടൈം ബേബിക്ക് കൊടുക്കുക എന്നുള്ളത്. എസ്പെഷ്യലി ന്യൂ ബോൺസിൻ്റെ കേസിലാണെങ്കിൽ റാഷസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് ഏത് ഡയപ്പർ യൂസ് ചെയ്യുകയാണെങ്കിലും സമയത്ത് നമ്മൾ പരമാവധി ഡയപ്പർ ഫ്രീ ടൈം ബേബിക്ക് കൊടുക്കുക. ബേബിയുടെ കുളിക്കുന്ന സമയമാണെങ്കിൽ പ്രത്യേകം മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഇനി ബേബീനെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ തവണ ബേബീനെ എടുക്കുമ്പോഴും പരമാവധി നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. അതേപോലെ പുറത്തുനിന്ന് വന്നിട്ടാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിച്ചതിന് ശേഷം മാത്രം ബേബീനെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വിസിറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ആയിട്ട് അവരോടത്തും ഹാൻഡ് വാഷ് ചെയ്യാൻ പറയാം. അതുപോലെ ഫേസിൽ, ലിപ്പിൽ, ഹാൻഡിലൊന്നും കിസ് ചെയ്യരുതെന്ന് പറയാം. ഇനി അഥവാ അവർക്ക് കോൾഡ്, അവർക്കെന്നല്ല നമ്മൾ വീട്ടിലുള്ളവർക്കും കോൾഡ്, കഫ്, ഫീവറൊക്കെ ഉണ്ടെങ്കിൽ ബേബീൻ്റെ അടുത്ത് നിന്ന് അകലം പാലിക്കുക. പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൽ കൊടുക്കുന്നതിന് മുന്നായിട്ട് കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതുപോലെ ബ്രസ്റ്റ് നല്ല ക്ലീനായി വെക്കാൻ ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം ബേബി ടെമ്പറേച്ചർ കെയർ ആണ്. ബേബി കംഫർട്ടബിൾ ആയിരിക്കാൻ ടെമ്പറേച്ചർ കെയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേബിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ അഡൽറ്റിനെ പോലെ സ്ട്രോങ് അല്ല. അപ്പോൾ ഓവർ റാപ്പ് ചെയ്യാനും പാടില്ല. അതേപോലെ അണ്ടർ റാപ്പും നല്ലതല്ല. നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ ഒരു എക്സ്ട്രാ ലെയർ മാത്രമേ ബേബിക്ക് ആവശ്യമുള്ളൂ. അതുപോലെ കൈയും കാലും തണുത്തിട്ടാണെന്ന് തോന്നിയാലും ചെസ്റ്റ് വാമാണെങ്കിൽ ഓക്കെയാണ് ബേബി. അതുപോലെ തന്നെ സ്വെറ്റ് കൂടുതലും റെഡ് കളറ് പിന്നെ ഫാസ്റ്റ് ബ്രീത്തിങ് ഒക്കെ ആണെങ്കിൽ അത് ടു ഹോട്ട് ആയതുകൊണ്ടായിരിക്കും. അതുപോലെ റൂം ടെമ്പറേച്ചർ എപ്പോഴും 24 to 26 ഡിഗ്രിയാണ് ബെസ്റ്റ്. അതുപോലെ ബേബിയുടെ ബോഡി നല്ല ചൂടും ഫീഡിങ് കുറവും ബേബി ഡള്ളായിരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. എപ്പോഴും റൈറ്റ് ടെമ്പറേച്ചർ സേഫ് ബേബി ആയിരിക്കും. അതുപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബേബിയുടെ ഹെഡ് മാത്രം നന്നായിട്ട് ചൂടുണ്ടാവും. ആക്റ്റീവായിട്ടുള്ള ബേബി അതുപോലെ ഫീഡിങ് ഒക്കെ പ്രോപ്പറാണ്, തല മാത്രം ചൂടുണ്ട് എന്നുള്ളതാണെങ്കിൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നോർമലാണ്. കാരണം എന്ന് വെച്ചാൽ ബേബി ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. പിന്നെ ഗ്രോത്തൊക്കെ സംഭവിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ഹെഡ് എപ്പോഴും വാമായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബേബി ഇനാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളത് വഴി അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.